എന്ത് പറ്റി ഇയാൾക്ക്? ഇയാളൊന്ന് വീണതാണ് ഡോക്ടറെ. വീണതിന് ശേഷം ഇയാൾ ഒന്നും മിണ്ടുന്നില്ല. ഇതൊക്കെ ഒരു 10 മിനിറ്റ് മുമ്പ് കൊണ്ടുവരണ്ടേ? അതിന് ഇയാളൊരു 10 മിനിറ്റ് മുന്നേ വീണ് കിട്ടണ്ടേ ഡോക്ടറെ? ഡോക്ടറുണ്ടോ? ഡോക്ടർ ഉണ്ട്, ഉള്ളിലാളുണ്ട്, പുറത്തിറങ്ങട്ടെ. പേര്? പേര് മൈമുട്ടി. വയസ്സെത്ര? വയസ്സൊന്നും ഇപ്പൊ കുറക്കണ്ട, 65 വയസ്സായി. 65 കേറിയിരിക്കി. എന്നാ വരി. വന്നോളൂ. എന്താ ഇപ്പൊ നിങ്ങളെ അസുഖം? പനി തുടങ്ങിയിട്ട് 8 ദിവസമായി, ഇതുവരെ മാറിയിട്ടില്ല. ഉപ്പ വേറെ ഡോക്ടറെ കാണിച്ചിരുന്നോ? വേറെ ഡോക്ടറെ കാണിച്ചിട്ടുമില്ല. പിന്നെങ്ങനെ അസുഖം മാറുക? ഡോക്ടറെ കാണിച്ച് മരുന്ന് കുടിച്ചാലല്ലേ അസുഖം മാറുള്ളൂ. ഞാൻ 3 നേരം ചുക്ക് കാപ്പി കുടിക്കലുണ്ട്. അത് നിങ്ങൾ കുടിച്ചോളി, പക്ഷേ ഡോക്ടറെ കാണിച്ച് നിങ്ങൾ മരുന്ന് കുടിക്കണം. ഉപ്പ നിങ്ങളെ കൂടെ ആരും പോന്നിട്ടില്ലേ? ഞാൻ ഒറ്റയ്ക്ക് പോന്നതാണ്. മക്കളും പേരക്കുട്ടികളും ഒന്നും ഇല്ലേ? മക്കളൊക്കെ പണിക്ക് പോയിക്കണ്, പിന്നുള്ളത് പേരക്കുട്ടികളാണ്. ഉപ്പ അവരാരെങ്ങളൊന്ന് കൊടുന്നുകൂടായിരുന്നില്ലേ? അവരെ കൊണ്ടുവന്നാല് മുട്ടായി പീടിയ പോലെ തലയിൽ വെച്ചെടുക്കേണ്ടി വരും. അത് പേടിച്ചിട്ട് പോലെ കൊണ്ടുവരാതിരുന്നതാണ്. ഒന്ന് നോക്കട്ടെ. എന്തായാലും ഞാൻ മരുന്ന് എഴുതുന്നില്ല. ഉപ്പ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാണ്. നിങ്ങൾക്ക് ടൈഫോയിഡ് പിടിച്ചിരിക്കണം. അഡ്മിറ്റ് ആവാനുള്ള പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല. നിങ്ങൾ മരുന്ന് എഴുതി തന്നാൽ മതി. ഉപ്പ നിങ്ങളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിക്കളി. തൽക്കാലം ഞാൻ 2 ഗുളിക തരാം. അത് വേണ്ട, വേണ്ട, പീക്കോളി പീക്കോളി പീക്കോളി, വേണ്ട വേണ്ട, പീക്കോളി പീക്കോളി.
നേരെ വലത്തോട്ട്, പിന്നെ ഇടത്തോട്ട്, പിന്നെ നേരെ അവിടെ പോന്നാ മതി. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സാറെന്താ ഇവിടെ നിൽക്കുന്നു? എൻ്റെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട്, അവരെ കാത്തിക്ക. എന്നാ ഞാൻ പോട്ടെ സാറേ. എന്തപ്പാ സുഖമായില്ലേ? അഡ്മിറ്റ് ആയില്ല പോയിട്ട്? അതൊന്നും പറയണ്ട സാറേ, 10-20 ദിവസം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഏതൊരു അസുഖം വന്നാൽ വെച്ചുകൊണ്ടിരിക്കരുത്, ഉടനെ ഡോക്ടറെ പോയി കാണും. വെച്ചുകൊണ്ടിരുന്നാൽ വലിയ രോഗമായിട്ട് മാറും. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം ഉപ്പാക്ക് മനസ്സിലായോ? മനസ്സിലായി സാറേ, ഞാനിപ്പത് അനുഭവിച്ചു.